ബുദ്ധിമുട്ട് വന്നാലും വി വുഡ് ലവ് ടു സ്റ്റിക്ക് ടു ദിസ് ആൻഡ് ഗോ ഫർദർ ബിക്കോസ് ഓഫ് ദാറ്റ്. ഓരോ പാട്ട് പുറത്തിറക്കുന്നത് തന്നെ ഒരു വലിയ ചാലഞ്ചാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാ രീതിയിലും ഉണ്ട്. somehow I overcome my anxieties and stuff and move further. നമ്മുടെ ഒരു ജന്മമൊന്നും പോരാ എന്നാണ് ഐ ഫീൽ. വേറെവർ യു വുഡ് ലവ് ടു ഗോ. നടക്കില്ല അതൊന്നും. എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ കാര്യങ്ങൾ അങ്ങ് പറയും. അതായത് ഇപ്പോൾ ഒരു ദിവസത്തെ അക്കൗണ്ട് അടച്ചിട്ടേ ഉറങ്ങാൻ പറ്റുന്നുള്ളൊരവസ്ഥ ഉണ്ട്. എന്ത് കാര്യമായാലും ഇഷ്ടം കൊണ്ട് എന്നെ അടുത്ത തലമുറയിൽ ആർക്കെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചതാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ഹാപ്പിയാണ്. ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. ഹലോ ആൻഡ് വെൽക്കം എവ്രി വൺ ടു അവർ ഷോ. ആൻഡ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മ്യൂസിഷ്യൻ ജോബ് കുര്യനാണ്. ജോബ്, വെൽക്കം ടു അവർ ഷോ. ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫ്, ഒരു മ്യൂസിഷ്യന്റെ ലൈഫ്, ഇറ്റ്സ് ഓഫ് എക്സ്ട്രീം ഹൈസിന്റെ ഹൈസും ലോവസ്റ്റ് ഓഫ് ലോസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ടെൽ മീ അബൌട്ട് യുവർ വെരി അൺപ്രഡിക്റ്റബിൾ. ആദ്യം തന്നെ അറിയില്ല അടുത്ത മാസം എങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റാത്തൊരു ജീവിതം, പക്ഷെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ജീവിതം. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ലൈഫ്. ഞാൻ അറിയില്ല ഞാൻ ഹൈയിലെത്തിയോട് പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. പക്ഷെ എന്നാലും ടെൻഷൻസും ഉറപ്പായിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രിയേറ്റീവ് സൈഡുണ്ട്, അതിൻ്റെ ജീവിത വശങ്ങളുണ്ട്. എല്ലാം മുന്നോട്ട് പോകണമല്ലോ, എന്നാലേ നമുക്കത് ചെയ്യാനും പറ്റുള്ളൂ സമാധാനത്തോടു കൂടി. ഹൈസ് ഉണ്ടാകുന്ന ദ ബെസ്റ്റ് ഹൈ ഐ ഗെറ്റ് ഇസ് ഫ്രം ദ ഓഡിയൻസ് വെൻ ഐ പെർഫോം. അതെനിക്ക് ഇറീപ്ലേസബിൾ ഹൈ ആണ്. ഏതെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റുമോ, where you felt completely at one with the universe? അതൊരു ഫ്ലോ മൂവ്മെന്റ്. അത് ഭയങ്കര അത് ഉണ്ടാകാറുണ്ട് വളരെ റെഗുലർ ആയിട്ട്. നമുക്ക് യു ഫീൽ അറ്റ് ഹോം വെൻ യു ആർ ദെയർ. ആ ഒരു സാധനമുണ്ട്, അത്രയും കംഫർട്ടബിൾ ആകുന്ന ഒരു. ഇത് പല കോൺസേർട്സിൽ സംഭവിക്കാറുണ്ട്. ബിക്കോസ് ഓഡിയൻസും നമ്മൾ ഒന്നാകുന്ന ഒരു മൊമെന്റ്. അത് ഒരു രക്ഷയില്ല. അതൊക്കെ കൊണ്ട് നമ്മൾ അതിൽ നിൽക്കുന്നത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും വി വുഡ് ലവ് ടു സ്റ്റിക്ക് ടു ദിസ് ആൻഡ് ഗോ ഫർദർ ബിക്കോസ് ഓഫ് ദാറ്റ്. And the lowest low that you experienced and how you came out of it, അതിൽ നിന്ന് എങ്ങനെയാണ് ലോവസ്റ്റ് ലോ എന്ന് പറയുന്നത് ഓരോ പാട്ട് ഇറക്കാനും ബീങ് എൻ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് മൈസെൽഫ്, അത് ഓരോ പാട്ട് പുറത്തിറക്കുന്നത് തന്നെ ഒരു വലിയ ചാലഞ്ചാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാ രീതിയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ലോ എന്ന് പറയുന്നത് വെച്ചാൽ ഇതെങ്ങനെ ഇത് ഇറക്കും എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിച്ച പോലെ പാട്ട് അപ്രിഷിയേറ്റഡ് ആയിക്കൊള്ളം എന്നില്ല എപ്പോഴും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ അത്ര ലോയിലോട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇച്ചിരി മുന്നോട്ട് തന്നെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. somehow I overcome my anxieties and stuff and move further. ജോബ് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ജോബിൻ്റെ ആൽബം ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ആൽബം കണ്ടപ്പോഴില്ലേ, ശരിക്കും എനിക്ക് എങ്ങനെ അത് പറയണം എന്നറിയില്ല. അതിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം പലപ്പോഴും ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ, ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഈ ആകാശവും പ്രകൃതിയോടൊരു പ്രത്യേക അടുപ്പമുണ്ട്. അപ്പം നടക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ ഇങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മേളിൽ നോക്കും. അപ്പം ഞാൻ എന്ന ഭാവം മാഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ ഇല്ലാതാവും. ആ പാട്ട് എനിക്ക് വല്ലാതെ പല തലത്തിൽ എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദാറ്റ് സോങ്. കാരണം ഞാനത് കേട്ടപ്പോഴും അതിൻ്റെ വരികളെല്ലാം എന്നോട് റെസൊനേറ്റ് ചെയ്തു. ജോബിന് ചമ്മലാണ് ആണെന്നറിയാം, പക്ഷേ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ട് പ്ലീസ് അതിൻ്റെ ഒരു 4 വരികൾ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഈ പറഞ്ഞ കണക്ക് ഹൈയിൽ നിൽക്കുമ്പോൾ ചിലപ്പം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലെ ചില സെൽഫ് പ്രൈഡിൻ്റെ ഒരു ചെറിയ കൂടുതൽ അനുഭവപ്പെടാം ആർക്കും. എനിക്ക് ചില സമയത്ത് നമുക്ക് ഇത്രയും ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ ഇടപഴകുമ്പോൾ ആ ഒരു സ്റ്റേജ് ഓറയും ഒക്കെ നമ്മൾ കൊള്ളാലോടെ നീ ഭയങ്കര എന്നൊക്കെ ഒരു ഫീലിങ്ങിൻ്റെ തുടക്കത്തിൽ ചിലപ്പം ചിന്തിച്ചതായിരിക്കാം ഞാനിത്. ഐ ട്രൈ ടു സ്റ്റേ
ആസ് മച്ച് ആസ് ഗ്രൗണ്ടഡ് പോസിബിൾ ബിക്കോസ് ഐ നോ മൈ റെഫറൻസ് ഇസ് വെരി ഹൈ. ഐ കീപ് നമ്മുടെ ഒരു ജന്മമൊന്നും പോരാന്നാണ് ഐ ഫീൽ. വേർ എവർ യു വുഡ് ലവ് ടു ഗോ, നടക്കില്ല അതൊന്നും. ബട്ട് സ്റ്റിൽ നമ്മൾ ശ്രമിക്കുക പറ്റുന്നത്രയും മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഫീലിംഗ് ആണ് സെൽഫ് പ്രൈഡിൻ്റെ ഒരു. പക്ഷെ അത് നമ്മളെ താഴോട്ട് കൊണ്ടുപോയേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി വിൽ നോട്ട് ഡെവലപ്പ് ഫ്രം ദെയർ. അപ്പം അങ്ങനൊരു ചിന്തയിൽ നിന്നുണ്ടായ ഇതിപ്പോൾ ഇത്ര ആവശ്യമില്ലടാ, താഴ്ത്തിക്കോ എന്നുള്ള നമുക്ക് തന്നെ, എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനത് ചിലപ്പോൾ അത് പുറത്തോട്ട് പ്രകടിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് ഞാൻ വളർത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് നമുക്ക് തന്നെ തോന്നുമല്ലോ ഇത് പ്രശ്നമാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഫ്രം യുവർ ഹാർട്ട് നൗ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ബ്രെയിൻ നൗ ഇറ്റ് സെൽഫ്. അങ്ങനെ തോന്നിയ ചിന്തയിൽ ഞാനൊരു യാത്രയിൽ ഐ വാസ് വാച്ചിങ് എ സീ, വൈൽഡ് സീ. ആൻഡ് അപ്പോഴാണ് മുടിയാട്ടും കടലും കണ്ടേ, കലിയാടന കാടും കണ്ടേ. അപ്പോൾ ചന്ദ്രചേട്ടൻ കൂടെ ഉണ്ട്, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടൻ എഴുതിയത്. പക്ഷെ ഞാനും എൻ്റെ തോട്ട്സ് എല്ലാം ഷെയർ ചെയ്യുന്നു ഒരുമിച്ച്. പെട്ടെന്ന് ഒരു 20 മിനിറ്റിലുണ്ടായ വരികളും, വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ട് ഊറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് പല പല പ്രൊഫഷനിലും പല പല മേഖലയിലും വളരെ പ്രഗത്ഭരും. അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയുള്ള നമ്മൾ എന്തിനാണ് ഈ ഷോ എന്നുള്ള ഹൈയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. കൂടെ നിൽക്കുന്നവരെ നോക്കിയാൽ മതിയല്ലോ, നമ്മുടെ കൂടെ പ്ലേ ചെയ്യുന്നവരെ നോക്കി അവരെത്ര നോളജബിളാണ്. സോ വാട്ട് ഈസ് ഇറ്റ് ഫോർ, അതിൽ കാര്യമില്ല എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് പാട്ട് ഉണ്ടാകുന്നത്. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ ക്വസ്റ്റ്യൻ ജോബ്. കാരണം നമ്മൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഞാൻ എന്നുള്ളൊരു വാക്ക്. നമ്മുടെ ഷോ എന്ന് പറയുന്ന ഐ ആം ആണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. ഈ ഞാൻ എന്നുള്ള വാക്കിൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ജോബിന് മാറിയിട്ടുള്ളത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, മേ ബി ഫ്രം യുവർ 20s to your 30s till now? എങ്ങനെയാണ്? ഉറപ്പായിട്ടും ഈ പറഞ്ഞ കണക്ക് എക്സ്പീരിയൻസസ് വരുമ്പോൾ പല പല ലെവൽ ഓഫ് മെച്യൂരിറ്റീസ് നമ്മൾ തന്നെ പല അങ്ങനെ കണ്ടുപിടിക്കുമല്ലോ നമ്മുടെ തന്നെ തോട്ട്സ്. മാറ്റങ്ങളുണ്ടായിട്ട് ഞാൻ അല്പം കൂടി ഒന്ന് സീസൺഡ് ആയ പോലെ തോന്നും. നേരത്തെ ഇച്ചിരി കൂടെ മറ്റേ റെസ്ലെസ്നെസ് കൂടുതലായിരുന്നു. ഇപ്പോൾ മോശമൊന്നുമല്ല, ഭയങ്കര റെസ്ലെസ്സാണ്. പക്ഷെ ഇപ്പോൾ ഒരല്പം കൂടെ പക്വതയോടുകൂടി ഒന്ന് ചിന്തിക്കാം എന്നുള്ളൊരു, അതായത് അപ്പുറത്തെ പല കാര്യങ്ങളും ബീങ് ബ്ലണ്ട് ഈസ് എ പ്രോബ്ലം ഫോർ മീ. എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ കാര്യങ്ങൾ അങ്ങ് പറയും. അതായത് ഇപ്പോൾ ഒരു ദിവസത്തെ അക്കൗണ്ട് അടച്ചിട്ടേ ഉറങ്ങാൻ പറ്റുന്നുള്ളൊരവസ്ഥ ഉണ്ട്. എന്ത് കാര്യമായാലും ഇപ്പോൾ അപ്രിഷിയേഷൻ ആയിക്കോട്ടെ, എന്നോട് സംസാരിച്ച ഒരു വേ ഓഫ് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആയിക്കോട്ടെ, ഐ ട്രൈ ടു എക്സ്പ്രസ് എൻ്റെതായ പൊളൈറ്റ് വേയിൽ ഞാൻ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ ശരിയായില്ല കേട്ടോ, അല്ലെങ്കിൽ അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങ് പറയും. അപ്പോൾ അത് അപ്പുറത്തെ വശത്തുണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അവരതിനേക്കാളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിൽ കൂടെ പോവുമായിരിക്കും ജീവിതത്തിൽ. നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് വെരി ലെസ് പ്രോബ്ലംസ് ഇൻ ലൈഫ് ടിൽ ഡേറ്റ്. അപ്പോൾ താങ്ക് ഗോഡ്. അത് എന്നാൽ മാറുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതുവരെ എൻ്റെ കുടുംബമായിക്കോട്ടെ, എൻ്റെ പാരൻസ് ആയിക്കോട്ടെ, എൻ്റെ വീടായിക്കോട്ടെ, എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ, എല്ലാത്തിനും ഞാൻ ബ്ലെസ്ഡ് ആയിട്ടൊരാളാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രഷർ ഞാൻ അനുഭവിച്ച മോമെൻറ്റ്സ് കുറവാണ്. ഉണ്ടായിട്ടുണ്ട് പലതും, പക്ഷേ എന്നാലും അങ്ങനെ അങ്ങോട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വശവും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ഇപ്പം നമ്മളൊരാളുടെ അടുത്ത് ഒരു അഭിപ്രായം പറയുകയാണ്, ചിലപ്പം ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കാം. ദർ ഇസ് എ റൈറ്റ് ആൻഡ് റോങ്. ആൻഡ് റൈറ്റ് ആൻഡ് റോങ് പെർസ്പെക്റ്റീവ്സ് മാത്രമല്ല എന്നാണ് വിശ്വാസം എനിക്ക്. ദർ ഇസ് എ റൈറ്റ് ആൻഡ് റോങ് ഫോർ എനിത്തിങ്. ഉണ്ട്, പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവാം. പക്ഷെ ചില കാര്യങ്ങൾ ഒരു റൈറ്റ് ആൻഡ് റോങ് ഉണ്ട്. അത് ചിലപ്പോൾ അവർക്കും അറിയായിരിക്കും, പക്ഷെ നമ്മളത് പറയുമ്പോൾ അതൊരു പ്രശ്നം. അപ്പോൾ ഞാൻ ഐ ട്രൈ ടു നൗ സോബർ ഡൗൺ മൈസെൽഫ്, ഗിവ് ദം സം മോർ ടൈം. അങ്ങനത്തെ തോട്ടിലേക്കൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും അതിനൊരു സമയവും കാലം ഞാൻ നോക്കാറുണ്ട്. മറ്റേന്ന് വെച്ചാൽ സ്പോട്ട് മറ്റേ ടക്കെന്ന് ഇരിക്കും അങ്ങനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട് ജോബ് ദാറ്റ് യു ഹാവ് എ ലവ് അഫെയർ വിത്ത് തന്നെയാണല്ലോ അല്ല with something and that shares space with your wife at your place, the piano. Yes, അതാണ് my black lady. എന്നാണ് പിയാനോ ആയിട്ടുള്ള ലവ് അഫെയർ തുടങ്ങിയത്? and do you remember how you started? ഭയങ്കര ഇഷ്ടമാണ് അത്. ചേതനയിൽ പഠിച്ചിരുന്നു 3 വർഷം.
ചേതന മ്യൂസിക് അക്കാദമി തൃശ്ശൂർ. ആ. എത്ര വയസ്സുണ്ടായിരുന്നു അപ്പോൾ? അല്ല, ആഫ്റ്റർ മൈ ഡിഗ്രി ആൻഡ് ഓൾ, സൂപ്പർ സ്റ്റാർ ഒക്കെ കഴിഞ്ഞിട്ട്. ഓ. ബട്ട് ആ 3 വർഷം എനിക്ക് ഞാൻ അപ്രൈറ്റ് പിയാനോയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് ഫാദർ തോമസ് അച്ഛൻ്റെ കീഴിൽ, ഫാദർ തോമസ് അച്ഛൻ്റെ കീഴിൽ പഠിച്ചിരുന്നപ്പോൾ നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും പിയാനോ കിട്ടുമായിരുന്നു, ശരിക്കും അക്കോസ്റ്റിക് പിയാനോ. വലുത് അത് ഗ്രാൻഡ് പിയാനോ ആണ്. ഗ്രാൻഡ് പിയാനോ അല്ലാതെ അപ്രൈറ്റ് പിയാനോസ് ഇങ്ങനെ ക്യാബിൻസിൽ ഇങ്ങനെ കുറേ ഉണ്ടാവും. ഇലക്ട്രോണിക് അല്ല, അക്കോസ്റ്റിക് സ്റ്റഫ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്രൻസും അതിൻ്റെ ഒരു ഫീലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ്. അപ്പോൾ തുടങ്ങിയ പ്രണയമാണ് പിയാനോയായിട്ട്. എങ്ങനെയെങ്കിലും ഒരെണ്ണം മേടിക്കണം, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ട് പറ്റുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അത്യാവശ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വരുമാനത്തിൽ എനിക്ക് അത് എക്സ്പെൻസീവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാത്തിരുന്നൊരെണ്ണം ഒരു അപ്രൈറ്റ് പിയാനോ ഞാൻ മേടിച്ചു കഴിഞ്ഞ 2 വർഷം മുമ്പ്. അപ്പം ഭാര്യ വരെ പറയും എന്നെ പോലും വേണ്ടല്ലോ ഇപ്പോൾ. ഞാൻ അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ട് സൂക്ഷിച്ച് ഭയങ്കര സ്വപ്നം കണ്ട് മേടിച്ചതാണ്. അതുപോലെ സ്വപ്നം കണ്ട ഒരു പ്രോജക്റ്റ് ആണല്ലോ വീടും. അതെ അതെ. അത് ഞാൻ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഒരു വീടിനെ കുറിച്ച്, സ്വന്തം വീടിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് one of your albums that have come out, ഒരു പ്രോജക്റ്റ് പോലെ തന്നെ. ആ സമയം എടുത്തുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പരിമിതിക്കകത്ത് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര സ്പെഷ്യൽ ആവുന്നത്. ഇപ്പം നമ്മുടെ ഒത്തിരി കാശുള്ള സമയത്ത് നമ്മളൊരു സംഭവം ഇങ്ങനെ ചെയ്തു പോകുന്ന പോലെയല്ല, ഇല്ലാതിരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വെച്ച് കുറേ കാലം എടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. ചെറിയ വീടാണ്, അതൊരു ഭയങ്കരമായ തന്നെ ഷുഡ് കം സം ടൈം. ഒരു ചെറിയൊരു 600-700 സ്ക്വയർ ഫീറ്റ് ഉള്ളു, 1 room 1 kitchen and small space, but aesthetically I've really worked well on that. അതിൻ്റെ ഓരോ സാധനങ്ങളും ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത്, സ്വിച്ച് ബോർഡ് ഉൾപ്പെടെ, പഴയ സ്വിച്ച് ബോർഡ്, മറ്റേ പഴയതില്ലേ അതൊക്കെ തപ്പിയെടുത്ത് അങ്ങനെ കുറേ പണിയെടുത്തിട്ട് ചെയ്തതാണ്. അപ്പം അതിൻ്റെതായ ഒരു എലിഗൻസ് അതിന് കാണാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ ഹാപ്പിയാണ്. ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. അതെ, ശരിക്കും ഇല്ലേ ജോബ്, യുവർ വാക്കിംഗ് ടോക്കിംഗ് എന്താ പറയാ, ഒരു മെമ്മറീസിന്റെ പെർസോണിഫിക്കേഷൻ ആണ്. കാരണം ഇപ്പോൾ ഈ പഴയ സ്വിച്ച് ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സിത്താരയുടെ ഇന്റർവ്യൂലാണോ എവിടെയോ ജോബിനെ കുറിച്ച് പറയുന്ന ഓർമ്മകളുടെ രാജകുമാരെന്നോ അങ്ങനെ എങ്ങാണ്ട് വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ഇത് ഫുൾ മെമ്മറീസ്, നൊസ്റ്റാൾജിയ, ഹിസ്റ്ററി, കൾച്ചർ, റൂട്ടഡ്നെസ്, എവറിത്തിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് യു. ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയായി മാറിയിട്ടുണ്ട്. അതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. You know, but that is what brings me, that's what I want to take you back to, your childhood, your memories of your childhood. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, എനിക്കറിയില്ല എത്ര പ്രായമുണ്ടെന്ന്, പക്ഷെ എനിക്ക് വല്ലാതെ മനസ്സിനെ, ശരിക്കും എനിക്ക് പാട്ടിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, മ്യൂസിക് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ നല്ലോണം ആസ്വദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പുലർക്കാല സുന്ദര സ്വപ്നത്തിലാണ്. അതുപോലെ നമ്മുടെ മനസ്സിനെ കംപ്ലീറ്റ്ലി, അതായത് അന്ന് കേട്ടിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു പാട്ട്, അങ്ങനെ ഉറച്ചിരിക്കുന്ന പാട്ട് അതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ ജോബ് ദാറ്റ് ലൈക്ക് റിയലി ഹിറ്റ് യു ആൻഡ് you were like, oh my god, this is out of the world? അത് ഞാൻ earliest memory of any song that really hit you? ചാँदवी का चाँद या ताब हो जो भी हो तुम खुदा. പാട്ട് ഭയങ്കര ലാജവാബ്. ആ പാട്ടൊക്കെ ഭയങ്കര സ്പെഷ്യൽ. അതായത് കൊച്ചിലെ ആ ഫാദർ ഇങ്ങനെ കേൾപ്പിക്കുന്ന പാട്ടുകളല്ല കേട്ടോ, നല്ലൊരു പാട്ടാണ്. റാഫി സാബ് ഭയങ്കര, പിന്നെ ഓഫ്കോഴ്സ് ദാസാറിൻ്റെ പാട്ടാണ്. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. എല്ലാ സ്റ്റേജ് കിട്ടിയാലും നേരെ നിന്ന് പാടി, ചിലപ്പോൾ കുളവോ ചിലപ്പോൾ നന്നാവും, പക്ഷേ വാട്ടെവർ ഇറ്റ് ഈസ് അത് ഭയങ്കര ചെറിഷ് ചെയ്യുന്നൊരു പാട്ടാണ്. ടെൽ മീ അബൌട്ട് യുവർ പേരൻസ്. അച്ഛനും അമ്മയെ കുറിച്ച് പറയും. കാരണം ഐ എം ഷുവർ ഈ ഒരു സീഡ് ഉണ്ടായത് ഉറപ്പായിട്ടും അച്ഛനും അമ്മയിൽ നിന്നാണല്ലോ, ഈ മ്യൂസിക്കിലേക്കുള്ള ഒരു. അതെ, ഞങ്ങൾ ബേസിക്കലി ഒരു പ്ലാന്റേഷൻ, അങ്ങനെ ഒരു ഫാമിലി, പ്ലാന്റ് ഫാമിലിയാണ്, അഗ്രികൾച്ചർ ബേസ്ഡ് ആണ്. മ്യൂസിക് എല്ലാവരും ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ട്, ഇഷ്ടമാണ്, പക്ഷെ ആരും അങ്ങനെ പ്രൊഫഷണൽസോ അങ്ങനെ ഒരു ഫാമിലി അല്ല. കുട്ടനാട്ടുകാരാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് സെറ്റിൽ ചെയ്ത ഫാമിലി. ഇഷ്ടം കൊണ്ട് എന്നെ അടുത്ത തലമുറയിൽ ആർക്കെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചതാവും. അപ്പോൾ അത് ഫാദറാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാദറും ഫാദറിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും
ആർക്കെങ്കിലും അടുത്ത തലമുറ കഴിവുണ്ടെങ്കിൽ അവർക്ക് പറ്റിയില്ല. നാട്ടിൻപുറത്ത് ഈ പഠിപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അന്ന് കുറവായിരുന്നിരിക്കുമല്ലോ, കൈനഗിരി പോലൊരു ഗ്രാമത്ത്. അപ്പോൾ സിറ്റിയിൽ വന്നപ്പോൾ നമുക്ക് ഒത്തിരി ട്യൂട്ടേഴ്സും ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും അത് എൻ്റെ ചേച്ചിയും ഒക്കെ ഞങ്ങളെല്ലാവരും ഒരേ സാറിനെടുത്തു. സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ എല്ലാവരും അറ്റ്ലീസ്റ്റ് ആ ഒരു എന്താ പറയുക മ്യൂസിക്കിൻ്റെ ഒരു അല്പം ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും കിട്ടട്ടെ, അങ്ങനെ ഒരു ആഗ്രഹം ഫാദറിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതൊന്നും നമ്മൾ സീരിയസ് ഒന്നും അല്ല ആ സമയത്തൊക്കെ, ഭയങ്കര പക്ഷെ ഇഷ്ടമാണ്. സാറ് വരുമ്പോൾ സാറിൻ്റെ കൂടെ പോയി ഇരിക്കാനും ആ ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ ഒത്തിരി കേൾക്കാൻ ഇഷ്ടമാണ്. കാസറ്റ്സും ഒത്തിരി പുള്ളി കൊണ്ട് തരുമായിരുന്നു, ഇങ്ങനെ അത് കേൾക്ക് ഇത് കേൾക്കുക. അപ്പം ഞാൻ അങ്ങനെ പിന്നെ ഞാൻ തന്നെ തപ്പി ഇറങ്ങി തുടങ്ങി. ഇതിനോടൊരു അഡിക്ഷൻ. നമ്മുടെ കാലത്ത് അതല്ലേ ഉള്ളു, കാസറ്റ്സ്, CD പോലും ഇല്ലല്ലോ. തിരിച്ചു മറിച്ച് ഒട്ടിച്ചും തിരിച്ചും ഒക്കെ കേട്ട്. അപ്പോൾ അങ്ങനെ പറയാൻ ഫാദറാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അമ്മ ഉറപ്പായിട്ടും നല്ല ഭക്ഷണം. അതായത് അമ്മയ്ക്ക് മ്യൂസിക്കിനെ കുറിച്ച് ഒരു ധാരണയില്ല. പാടും ഇങ്ങനെ പള്ളിയിൽ പോകുന്ന പള്ളിപ്പാട്ടുകളൊക്കെ ഇങ്ങനെ അമ്മ നന്നായിട്ട് പാടുക തന്നെ ചെയ്യും. പക്ഷേ മ്യൂസിക്കിനോട് വലിയൊരു അഭിരുചിയുള്ളൊരു ഫാമിലി ഇതല്ല ഉള്ളത്. പക്ഷെ നമ്മളോട് മോറലി ഭയങ്കരമായിട്ട് നമ്മളെ ഒരു രീതിയിലും ഒരു തടസ്സവും ഇല്ല. അതാണ് എന്താ പറയുക, പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാമെന്ന് പറയുന്ന സാറുണ്ട്. അമ്മ ഒരിക്കലും ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. ഹെൽത്ത് നിൻ്റെ ആരോഗ്യം, നിൻ്റെ ഇത് നിനക്ക് ടെൻഷൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര സപ്പോർട്ടീവാണ് ആ ഒരു വശം. അപ്പൊ ജോബ് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് എന്തിനാണ്? എഞ്ചിനീയറിംഗ് ഒക്കെ നേരത്തെ തുടങ്ങായിരുന്നു എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും എല്ലാവരും എവിടേക്കോ എഞ്ചിനീയറിംഗ് പോകുന്നു. അന്നൊന്നും ഒരു ധാരണയില്ലല്ലോ ഇത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മ്യൂസിക് കോളേജിൽ പോവാം. അപ്പോൾ ഫാദർ പറഞ്ഞു എടാ ഇതിൻ്റെ അകത്തൊക്കെ എപ്പോഴും ഒരു റിസ്ക് എലിമെൻ്റ് ഉള്ള മേഖലയാണല്ലോ, അപ്പം നീ ഒരു ഡിഗ്രി എടുക്കൂ. നിനക്ക് എന്തായാലും മ്യൂസിക് ടീച്ചിങ്ങിനോട് നിനക്ക് താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. യു വാണ്ട് ടു ബിക്കം എ പെർഫോമർ ഓർ എ മ്യൂസിഷ്യൻ. അപ്പം നീ അത് വേറൊരു കോഴ്സ് പഠിച്ചിട്ട് നീ ഇതിലേക്ക് വരൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, അപ്പോൾ പിന്നെ എഞ്ചിനീയർ ആയേക്കാം. അങ്ങനെയാണ് എഞ്ചിനീയറിങ്ങിന് പോകുന്നത്. അല്ലാതെ സത്യം പറഞ്ഞാൽ ഒട്ടും പാഷനേറ്റ് അല്ലാത്തൊരു മേഖലയാണല്ലോ ടെക്നിക്കൽ സൈഡും. എനിക്ക് ഒട്ടും തന്നെ. പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പിന്നെയും ഐ വാസ് ഇൻട്രസ്റ്റഡ്. പക്ഷേ നമ്മുടെ മാർക്കിന് അഡ്മിഷൻ കിട്ടണ്ടേ എവിടെയെങ്കിലും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടാണ് ഈ പലരും മ്യൂസിഷ്യൻസ് ആയി മാറുന്നത് തന്നെ. കാരണം അത്രത്തോളം എക്സ്പോഷറും ഓൾ കൈൻഡ്സ് ഓഫ് ജോണേഴ്സ്. That happened to you as well. Tell me about your friends who inspired you there. അവിടെ നിങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നോ? Did you have any of those? അതൊക്കെ ഉണ്ടായിരുന്നോ? അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. കർണാടകയിൽ മൽനാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഹസൻ എന്ന സ്ഥലത്ത് ഞാൻ പഠിച്ചത്. അവിടെ ഇറ്റ്സ് ലൈക്ക് ഒരു ഇന്ത്യ ഉള്ള പോലെ തന്നെയാണ് മൊത്തത്തിലെ. അത്രയും സ്ഥലത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ആളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരം മ്യൂസിക് കേൾക്കുമല്ലോ നമ്മൾ, പല 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 കൾച്ചേഴ്സിലുള്ള. ആൻഡ് അവിടെ ചരൺ രാജ് എന്ന് പറയുന്ന അദ്ദേഹം, സുമിത് എന്ന് പറഞ്ഞൊരു, ഞങ്ങൾ 3 ട്രയോ ആയിരുന്നു, മ്യൂസിക്കൽ ട്രയോ പോലെ. അപ്പം ഐ വാസ് സീനിയർ ടു ദം, സോ ഐ വാസ് ലീഡിങ് ദ ബാൻഡ്. അവിടെ ഒരു ബാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും വളരെ സീരിയസ് ആയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അതിൽ ചരൺ ഈസ് വൺ ഓഫ് ദി ലീഡിങ് കമ്പോസേഴ്സ് ഇൻ കന്നഡ ഇൻഡസ്ട്രി. ഈസ് ഡൂയിങ് റിയലി ഗുഡ് ദെയർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് താളമൊക്കെ ചെയ്തത്. താളം എന്ന് പറഞ്ഞ ആൽബം തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊരു വലിയ, ഈവൻ മൈ ലെക്ചറേഴ്സ് എല്ലാവർക്കും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പാസ്സായി പോയാൽ മതി അങ്ങനെ ഒരു ആഗ്രഹം അവർക്കും ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിരുന്നു. ഉഴപ്പിൻ്റെ അല്ല, ഐ വാസ് നെവർ ഫോക്കസ്ഡ് ഇൻ ദ സബ്ജക്ട്സ്. എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷേ അവർ തന്നെ ടു ഹെൽപ്പ് മീ ടീച്ചിങ് പേഴ്സണലി, ട്യൂഷൻസ് ഫ്രീ ഓഫ് കോസ്റ്റിലൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു. വേറെ വീട്ടിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് ലാബൊക്കെ അവർ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഐ തിങ്ക് ആ കോളേജ് തന്നെയാണ് ഇതൊരു പ്രൊഫഷണലി മുന്നോട്ട്, അതായത് അത് ജീവിതമാക്കാൻ തോന്നിച്ചത് ചിലപ്പോൾ കോളേജിലായിരിക്കാം. അതുവരെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തിരുന്നു. പക്ഷേ ദിസ് ഈസ് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഗിയർ ഇടാൻ സമയമായി എന്ന് എന്നെ തോന്നിപ്പിച്ചത് പോലും ചിലപ്പോൾ കോളേജിലെ സുഹൃത്തുക്കളും ടീച്ചേഴ്സും ഒക്കെ ആയിരിക്കും. അതിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്ത് ജോബിന്റെ ലൈഫ്? ഷീ ഈസ് ഓൾസോ എ സിംഗർ. ആൻഡ് എങ്ങനെയാണ് ഒരു ട്രാക്ക് മാറ്റി പിടിക്കാൻ സഹായിച്ചോ, അല്ലെങ്കിൽ ഇൻ എനി വേ ഡിഡ് ഷീ ഇൻഫ്ലുവൻസ് യു ആൻഡ് യുവർ മ്യൂസിക്? ഇൻഫ്ലുവൻസ് ഇൻ മ്യൂസിക് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഒരു പോസിറ്റീവ് ക്രിട്ടിക്കാണ് പുള്ളിക്കാരി ഇപ്പോഴും. ഷീ ബീയിങ് ഹെർസെൽഫ് എ മ്യൂസിഷ്യൻ. ഒക്കെ എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യാൻ
പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ പറയും എടി ഇങ്ങനെ, അപ്പോൾ എൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യാതൊക്കെ പറയാനും അറിയാം. ഈ പാട്ട് നേരത്തെ ചെയ്തതിൻ്റെ അത്ര ഒരു ട്യൂൺ വൈസ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്കത് ഭയങ്കര ടഫ് ടു ടേക്ക് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി ഫോർ എ ക്രിയേറ്റർ ടു അക്സെപ്റ്റ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് ആസ് യു ഡിഡ് ബിഫോർ എന്നുള്ളൊരു സാധനമൊക്കെ. പക്ഷെ പുള്ളിക്കാരി വളരെ നല്ല രീതിയിൽ അതിനെ പറയും. അപ്പോൾ അതിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ശരിയായിരിക്കും, ചില ജഡ്ജ്മെൻറ്റ്സ് നമുക്കും തെറ്റ് വരുന്നത് അറിയാൻ പറ്റില്ല. പുള്ളിക്കാരി കറക്റ്റായിട്ട് അതിനെ ഒട്ടും ഹേർട്ട് ചെയ്യാതെ പറയാനും ഉള്ളൊരു നാക്കുണ്ട്. അതുകൊണ്ട് ഒത്തിരി എല്ലാം ഞാൻ കേൾപ്പിക്കും അപ്പം തന്നെ, ചെയ്ത ട്യൂൺസും എല്ലാം. ഷീസ് ലൈക്ക് എ വെരി ഗുഡ് ഫ്രണ്ട് ടു മീ മോർ ദാൻ എനിത്തിങ് എൽസ്. ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അമൃത സൂപ്പർ സ്റ്റാറിൽ റിയാലിറ്റി ഷോയിൽ ഷീ വാസ് വൺ അമംഗ് ദി കോntestants അല്ലേ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും അറിയാം, റൊമാൻസ് ഒക്കെ ഓൺ സ്ക്രീനും കൂടി ആയിരുന്നു. ഏതാ ഓൺ സ്ക്രീൻ റൊമാൻസ് ആയിരുന്നു. റൊമാൻസ് ആയിട്ടൊക്കെ ആ സമയത്തൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഷി വാസ് വെരി യങ്. You were also very young. ഞാൻ ഐ വാസ് നോട്ട് ദാറ്റ് യങ് ദെൻ ഓൾസോ. കുറച്ച് പ്രായം, പക്ഷെ ഞങ്ങൾ ഒരു 7 വയസ്സ് ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഷി വാസ് വെരി ഗുഡ് കമ്പാനിയൻ. ലൈക്ക് നല്ലൊരു കുട്ടി, നമ്മൾ ഇടപഴകുമ്പോൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവായിട്ടുള്ള. അപ്പം ഞാൻ അവസാനം പോരുന്നോ എൻ്റെ കൂടെ എന്നുള്ള സ്റ്റൈലിൽ ഞാനാണ് അവസാനം ലാസ്റ്റ് ഷോ കഴിയാറൊക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ലെറ്റ് us take it further, ആർ യു ഇൻട്രസ്റ്റഡ് നോക്കി പറയാൻ പറഞ്ഞു. അങ്ങനെയാണ്. ഇമ്മീഡിയറ്റ് യെസ് അല്ല, കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ. നമ്മൾ എന്താ I was 24 then, she was just 17 then. Oh my god. അപ്പോൾ ഞാൻ പറഞ്ഞു you take time till 22. Till 22 ടൈംലൈൻ തന്നു. അതോ 22 വരെയൊക്കെ. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് എന്തായാലും വേറെ തൽക്കാലം മ്യൂസിക് ചെയ്യാന്നുള്ളത് മാത്രമാണ്, എനിക്കൊരു വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാം. ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പുള്ളിക്കാരി 1-2 ആഴ്ചയൊക്കെ എടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ഈ കൊച്ചാണ് ആലോചിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. You have 2 sons അല്ലേ? മക്കളുടെ ഇൻക്ലിനേഷൻ ഉണ്ടോ ടുവേർഡ്സ് മ്യൂസിക്? 2 പേർക്കും ഉണ്ട്. അത് ഇപ്പം കഴിവാണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ്, വെദർ ദേർസ് എ ഗിഫ്റ്റ് എന്നറിയില്ല. ബട്ട് ഇൻക്ലിനേഷൻ ഉണ്ട് തന്നെ. ആസ് യു ടോൾഡ്, നല്ല പാട്ടുകൾ കേട്ട് കേൾക്കാനും ടേസ്റ്റ്ഫുള്ളായിട്ട് കേൾക്കാനും ഒക്കെ ഉള്ളൊരു ചായ്വ് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ മുന്നോട്ട് പോകുമെന്ന് നോക്കാം, അറിയില്ല. പലപ്പോഴും ജോബ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ മ്യൂസിക് മാറിക്കൊണ്ടിരിക്കും. യെസ്. ജോബിൽ ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ദർ ഇസ് എ കോൺസ്റ്റന്റ് ഇൻ ഇറ്റ്, ബട്ട് ഐ നോ ദ ഫൈനർ നുവാൻസസ് വുഡ് ഹാവ് ചേഞ്ച്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോമ്പോസിഷൻ ഞാനെന്ന ഭാവങ്ങൾ, അത് do you feel has evolved from where you were as a person before, from your first composition? ചില ഇപ്പോൾ സിനിമ കാണുമ്പം ഭയങ്കര ഹിറ്റ് എന്ന് പറയുന്ന പല പടങ്ങളും ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓക്കെ അപ്പോൾ ശരി എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഐ ഫീൽ ഇറ്റ്സ് നോട്ട് ദെയർ പ്രോബ്ലം, ഇറ്റ് മൈറ്റ് ബി മൈ പ്രോബ്ലം. സംടൈംസ് എല്ലാ പാട്ടും ഒരേപോലെ ഓഡിയൻസിലേക്ക് എത്തിയില്ലെന്നും വരും. ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ആം നോട്ട് ചീറ്റഡ് വിത്തിൻ. ഇന്ന് സാഹചര്യമുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. പണ്ടൊന്നും ഇല്ലാതിരുന്ന സാധനം, ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയാലാണ് കിട്ടുക. എനിക്ക് ആങ്സൈറ്റി അത്യാവശ്യം കാര്യമായിട്ടുണ്ടാകുന്നു. ബട്ട് ഐ എം നോട്ട് അണ്ടർ മെഡിക്കേഷൻ ഉണ്ടോ, ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് പതിവ്. പക്ഷേ ഈവൻ ഐ ഹാവ് ഹാഡ് പാനിക് അറ്റാക്സ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് തോന്നുന്നു ഇപ്പം നാളെ എന്തായിരിക്കും, ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവുമോ ആ പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും.